യഹോവ തനി കള്ളനും നുണയനും വഞ്ചകനുമാണ് ഞങ്ങൾ തെളിയിക്കും ബൈബിൾ വെച്ച്. നിങ്ങൾക്ക് തടയാമെങ്കിൽ തടാം. അല്ലാഹുവും യഹോവയും സെയിമാണ്. എന്താ വ്യത്യാസം ഇരിക്കുന്നത്? യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകും. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ട് അത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അത്രേ ഉള്ളൂ. യഹൂദന്മാരുടെ ദൈവം പിശാചാണ്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം യേശുവിന്റെ ഭാഷണം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം. അപ്പൊ അച്ചായൻ പറയുന്നത് യേശു മുഖ്യ കൽപ്പന എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ പിതാവായ പിശാചിനെ സ്നേഹിക്കണമെന്നാണോ പറഞ്ഞത്? ഈ കണ്ട വൃത്തിയുടെ അല്ല, ഈ കണ്ട വൃത്തിയുടെ 28 ലക്ഷം പേരെ കൊന്നു തള്ളി യഹോവയെ സ്നേഹിച്ചോളനാണ് യേശു ഉപദേശിക്കുന്നത്. അപ്പൊ യഹോവയും അനുയായികൾ ചെയ്ത കാര്യങ്ങൾ യേശു അപ്രൂവ് ചെയ്തിട്ടില്ല. സുവിശേഷത്തിനടുത്ത് അച്ചായൻ പറഞ്ഞു യഹൂദന്മാരുടെ പിതാവ് പിശാചാണ്. അതുകൊണ്ട് അച്ചായൻ സ്ഥാപിക്കാൻ നോക്കിയത് യഹോവ പിശാചാണെന്നാണ് സ്ഥാപിക്കാൻ നോക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അത് 100% അങ്ങനെയല്ലേ. കാരണം അവിടെ പിന്നെ യേശു പറഞ്ഞ അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു, കള്ളനാകുന്നു, അല്ലെ? കൊലപാതകം ചെയ്യുന്ന ഒരു ആളെന്ന് പറഞ്ഞ പിശാചാണ്. അതാണ് അവിടെ യേശു പറയുന്നത്. യേശു ആരെങ്കിലും കൊന്നോ? യേശുവിന് അവിടെ മോശ പോയ പോലെ രാജ്യങ്ങൾ പിടിക്കാനും ആളുകളെ പതിയിരുന്ന് ആക്രമിക്കാനും പെണ്ണുങ്ങളെ റേപ്പ് യേശുവിന്റെ കാലത്തുണ്ട്. പെണ്ണുങ്ങൾക്ക് ഉപകരണമൊന്നും ഇല്ല. അവരൊക്കെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തില്ല. എന്തോ ചെയ്യാൻ? യേശു ശിഷ്യന്മാരും 12 ആണുങ്ങളല്ലേ? അവർക്ക് അറിഞ്ഞ് നിർത്തി ബലാത്സംഗം ചെയ്യാൻ പോകാൻ എന്താ? ഇട്ടുകൊടുത്ത ദൈവം എന്റെ ദൈവമാണ്. അബ്രഹാമിന് ആടിനെ കൊടുത്ത ദൈവം എന്റെ ദൈവമാണ്. ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത ദൈവം എന്റെ ദൈവമാണ്. യാക്കോബ് കടന്നുറങ്ങിയെടുത്ത് ദർശനം കണ്ടു. എന്താ പറഞ്ഞത്? യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. ആ സ്ഥലം ബഥേലാണ്, ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ വന്ന് ദൈവത്തെ കാണാൻ സാധിക്കാത്തവര് എവിടെ പോയാലെന്താ? യഹോവ ഈ സ്ഥലത്തുണ്ട്, ഈ സ്ഥലത്തുണ്ട്. ഞാനോ അത് അറിഞ്ഞില്ല. നിങ്ങൾ തിരിച്ചു വരണം, ഇവിടെ വന്ന് യഹോവ ഈ സ്ഥലത്തുണ്ടെന്ന് അറിയണം. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ പോകട്ടെ. ഏലിയാവിന് കാക്ക കൊടുത്തെങ്കിൽ, മോശയ്ക്ക് മന്ന കൊടുത്തെങ്കിൽ ആ ദൈവം എവിടെ? ഏലിയാവിന്റെ ശിഷ്യൻ ഇരട്ടി ശക്തി മേടിച്ചു, യോർദാൻ കടന്നു വന്നു. ഏലിയാവിന്റെ പുതപ്പെടുത്തടി. ഏലിയാവിന്റെ ദൈവം എവിടെ? പുതിയ ദൈവത്തെ ആരും കൊണ്ടുവരണ്ട. 23-ാം സങ്കീർത്തനം ദാവീദിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സങ്കീർത്തനം. ആരാധനയിൽ അവസാനം ചൊല്ലണമെന്ന് തക്സായിൽ എഴുതി വെച്ചിരിക്കുന്ന സങ്കീർത്തനം. ചെറുപ്പകാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച സങ്കീർത്തനം. അവന്റെ ആത്മീയ അടിസ്ഥാനത്തിൽ അവന് പറഞ്ഞു കൊടുക്കുകയാണ്, യഹോവ എന്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ട ഉണ്ടാവുകയില്ല. ഇന്നൊരു ഓർത്തഡോക്സുകാരന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണുകയാണ്. എനിക്കൊരാൾ അയച്ചു തന്നു. അപ്പൊ അതില് പറയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നല്ലേ യഹോവ എന്റെ ഇടയനാകും. ശരിയാണ്. അപ്പം പഴയ കാലമല്ലല്ലോ ഈ കാലം. ഈ കൊച്ചു കുഞ്ഞുങ്ങള് 2 പേജ് പുറകോട്ട് മറിച്ചാല് ഈ യഹോവ എന്റെ ഇടയനാകുന്നു പറഞ്ഞിട്ട് 2 പേജ് അവര് പുറകോട്ട് മറിച്ചു കഴിയുമ്പം യഹോവയുടെ മറ്റ് വീരകൃത്യങ്ങൾ അവിടെയുണ്ട്. ഗർഭിണികളുടെ വയറ് പിളർക്കാൻ പറയുന്നത്, സ്ത്രീകളെ വഷളാക്കാൻ പറയുന്നത്, ചിലരെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പറയുന്നത്, വാൾ രക്തം കൊണ്ടും കൊഴുപ്പ് കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് യഹോവയുടെ വാൾ. യഹോവയായി ഞാൻ തന്നെ വാൾ ഉറയിൽ നിന്ന് ഊരിയിരിക്കുന്നു, ഞാൻ പ്രതികാരം നടത്താതെ അടങ്ങുകയില്ല. യഹോവയുടെ വാൾ കൊല ദിവസത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള 100 കണക്കിന് ഭാഗങ്ങളാണ്. അപ്പം കൊല്ലുവാനും സ്ത്രീകളുടെ വയറ് പിളർക്കുവാനും കുഞ്ഞുങ്ങളെ പാറയിൽ അടിക്കാനും ഒക്കെ കൽപ്പിച്ച ആ ഒരു ഗോത്രസങ്കല്പത്തിലുള്ള ദൈവത്തെയാണോ ഇവരിപ്പോഴും ആരാധിക്കുന്നത്?